ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ബ്രോമാൻസ് എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിനിടക്ക് കൊച്ചിയിൽ വെച്ചിട്ട് മാത്യു തോമസ്, അർജുൻ അശോകൻ, അതേമാതിരി സംഗീത് പ്രതാപ് ഈ മൂന്നാൾക്കാർക്കും ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. കാറ് ചെറിയ ആക്സിഡൻറ്റിൽ പെട്ടതാണ്. എന്തായാലും വലിയ ഇഞ്ചുറീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും പെട്ടെന്ന് സെറ്റായി വരട്ടെ. പിന്നെ പാരഡൈസ് എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ അന്തകൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശാന്ത് പടത്തിലത്തെ ദ അന്തകനാന്തം പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസ് ആയി. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. യോഗി ബാബു ആണ് മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിൽ. പിന്നെ പേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 2 തീയതി പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. എന്തായാലും 5 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പടത്തിന് യൂബാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞ പടത്തിലത്തെ നീത എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ട് ടൊവിനോ തോമസിൻ്റെ ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു. സുരാജ് വെഞ്ഞാറമൂടും അതിൽ മെയിൻ കഥാപാത്രം ഏറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സ്റ്റിൽസും ഫോട്ടോസും ഒക്കെ പുറത്തു വന്നു. പിന്നെ ദ ലോർഡ് ഓഫ് ദ റിങ്സ്, ദ റിങ്സ് ഓഫ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെ നെക്സ്റ്റ് സീസൺ എന്ന് വെച്ചാൽ പുതിയ സീസൺ വരാൻ പോവാണ്. ആമസോൺ പ്രൈമിലൂടെ തന്നെയാണ് ഓഗസ്റ്റ് 29 തീയതി. പിന്നെ രക്ത് ബ്രഹ്മാണ്ട്, ദ ബ്ലഡി കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. അതിൻ്റെ ഫിലിമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജൻ്റെക്കാണ് പടം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു ഊരിലെ രാജ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. 29 തീയതിയാണ് വരാൻ പോകുന്നത്. പിന്നെ സാല എന്ന് പറഞ്ഞിട്ടുള്ള പടം അനൗൺസ് ചെയ്തു. അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. ഓഗസ്റ്റ് 23 തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, മാധവൻ, പിന്നെ അക്ഷയ് ഖന്ന, പിന്നെ അർജുൻ രാംപാൽ എന്നിങ്ങനെ കുറേ ആൾക്കാർ അഭിനയിക്കുന്ന ഒരു പടം വരുന്നുണ്ട്. ദുരന്തർ എന്നായിട്ടാണ് പേരായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും 2025 പടം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ജിയോ സ്റ്റുഡിയോസ് ആണ് പടം എടുക്കാൻ പോകുന്നത്. മെയിൻ കഥാപാത്രം എന്തായാലും രൺവീർ സിംഗ് ആണ്. പിന്നെ മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞാൽ രവിതേജ പടത്തിൻ്റെ ടീസർ എന്ന് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ടീസർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 15 തീയതിയാണ് പടം റിലീസാവുക. പിന്നെ നോൺ വയലൻസ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഡയറക്ടർ ആനന്ദകൃഷ്ണന് ബർത്ത്ഡേ വിഷു എന്നൊരു പോസ്റ്റർ വന്നിരുന്നു. പിന്നെ ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള പടം അറബിയിൽ ഇറങ്ങാൻ പോവാണ് ഓഗസ്റ്റ് 2 തീയതി. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഡെമോൻ്റെ കോളനി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓവർസീസിൽ ഇറക്കുന്നത് തെൻഡുകോട്ടയും അതേമാതിരി സിംബ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. എന്തായാലും പടത്തിന് യൂബാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂർ 24 മിനിറ്റ് 16 സെക്കൻഡാണ് റൺ ടൈമായി പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 15 തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ വിഷ്ണു വിശാലിൻ്റെ 21ാമത്തെ പടം ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊടൈക്കനാലിൽ വെച്ചിട്ട് ആൾ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് വിഷ്ണു വിശാൽ. ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 2 തീയതിയാണ് റിലീസാകാൻ പോകുന്നത്. 5 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു അതിൻ്റെ. പിന്നെ ഡബിൾ ഐസ്മാർട്ട് എന്ന് പറഞ്ഞ പോലത്തെ ക്യാ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫുൾ സോങ് നാളെയാണ് പുറത്തിറങ്ങുന്നത് 29 തീയതി. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. വിപിൻ ദാസാണ് പടം എടുക്കുന്നത്. ടീച്ചർ കണ്ടിട്ട് നല്ല രസമുള്ള ഒരു പടമായിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോമഡി രീതിയിലുള്ള പടം തന്നെയാണ്. പിന്നെ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ 1 പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ പടം ഓഗസ്റ്റ് 9 തീയതിയാണ് റിലീസാകാൻ പോകുന്നത്. ചിലപ്പോൾ ഇതിന് ട്രെയിലർ ഉണ്ടാവില്ല. ടീസർ 2, ടീസർ 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഷാജി കൈലാസും ഭാവനയും കൂടിയിട്ട് ഒന്നിക്കുന്ന പടമാണ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം ഓഗസ്റ്റ് 9 തീയതി റിലീസിന് എത്തുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 31 തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്, ദിവാലി പ്രമാണിച്ചിട്ട്. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടത്തിലത്തെ അരുൺ ശർമ്മയുടെ ഒരു കുട്ടിയാണ്. ആ ക്യാരക്ടറുടെ ഒരു 35 സെക്കൻഡുള്ള വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിനു മുന്നേ തന്നെ 2 ആൾക്കാരുടെ ഇതേമാതിരത്തെ 35 സെക്കൻഡുള്ള വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ആളുടെയും വന്നിട്ടുണ്ട്. പിന്നെ LIK വിഘ്നേഷ് ശിവ എടുക്കുന്ന പടമാണ്. പ്രദീപ് രംഗനാഥനാണ് നായകനായി വരുന്നത്. അപ്പോൾ അതിൽ SJ സൂര്യ ഉണ്ട്. അപ്പോൾ ആളുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ലവ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് ഫുൾ ഫോം. എന്തായാലും പോസ്റ്റർ രസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കമൽഹാസൻ്റെ വരാൻ പോകുന്ന ഒരു പടമുണ്ട്. മണിരത്നാണ് പടം എടുക്കുന്നത്. അപ്പോൾ ആ പടത്തിൻ്റെ ഡബ്ബിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കുറച്ച് വന്നിട്ടുണ്ട്. ചിലംബരസൻ DRൻ്റെ ഒക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ 20 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. പിന്നെ പടത്തിന് യൂബാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അജിത് കുമാർ ഈ പോസ്റ്ററിലുണ്ട്. പക്ഷേ ഈ പോസ്റ്റർ ശരിക്ക് അർജുൻ്റെ ആണ്, ആക്ഷൻ കിങ് അർജുൻ്റെ. അജിത് കുമാറിനെ ഒരു ബ്ലെൻഡ് ചെയ്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അർജുൻ്റെ ലുക്ക് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. നന്നായി വരട്ടെ. പിന്നെ ശരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിലത്തെ പോസ്റ്റേഴ്സിൻ്റെ ഒരു പരിപാടി തുടങ്ങിയിരുന്നു വരും. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഛായദേവി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇറക്കി. ഓരോരുത്തരുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സാണ്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇൻട്രൊഡ്യൂസിങ് ഭദ്ര എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇറക്കി. പിന്നെ ഇൻട്രൊഡ്യൂസിങ് നാരായണ പ്രഭ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇറക്കി. പിന്നെ ദ വേൾഡ് ഓഫ് ഷോഗുല പാലം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ ഇറക്കി. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത് ആ സ്ഥലപ്പേരുള്ള ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരും കാണിച്ചിട്ടുണ്ട്. പിന്നെ വന്നൊക്കെ വേൾഡ് ഓഫ് കൂർമാനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കാണിച്ച്. അതേമാതിരി വേൾഡ് ഓഫ് കൂർമയിൽ പെട്ട തന്നെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കാണിച്ച്.
ഇതൊക്കെ ഓരോ സ്ഥലമായിട്ട് കാണിക്കുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ തോന്നുന്നത്. എന്തായാലും പിന്നെ വന്നത് വേൾഡ് ഓഫ് നാരായണ പ്രഭ കാളി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ വന്നത് വേൾഡ് ഓഫ് നാരായണ പ്രഭ മാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസിങ് കമലാക്കർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസിങ് സുധ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലും ഒരു പോസ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് മാർഡല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റർ ഇറക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ മുന്നായിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു അവർ ശങ്കറാം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നിരുന്നു. സായികുമാറിന്റെ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പോസ്റ്ററാണ്. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് സായികുമാറിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ ഒരു ടൈറ്റിൽ ട്രാക്ക് 28-ാം തീയതി പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. എന്തായാലും അതിൻ്റെ പ്രൊമോ പുറത്തിറക്കിയിരുന്നു. അതിന് ശേഷം ദുൽഖറിന്റെ ബർത്ത്ഡേ ആണ് 28-ാം തീയതി, അതുകൊണ്ടാണ് അങ്ങനെ പാട്ട് വരുന്നത്. എന്തായാലും ടൈറ്റിൽ ട്രാക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് നല്ലൊരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് സിംഗിളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ DQ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്ററിൽ. പിന്നെ രാജാസാബ് പ്രഭാസിൻ്റെ അടുത്ത് വരാൻ പോണ പടമാണ് ദ രാജാസാബ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ പോസ്റ്റർ എനിക്ക് അത്ര ആണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഐറ്റം വന്നിട്ടുണ്ട്, രസമായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും അറിയില്ല. എന്തായാലും ഫാൻ ഇന്ത്യ ഗ്ലിംസ് ടുമാറോ 5:03 PM എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നാളെ എന്തോ ഒരു ഗ്ലിംസ് വരുന്നുണ്ട് പടത്തിൻ്റെ 5:03. വെയിറ്റ് ചെയ്ത് നോക്കാം, നല്ലൊരു സാധനം തന്നെ ആവട്ടെ. പിന്നെ ഡെഡ്പൂൾ ആൻഡ് ദ വോൾവറിൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയായിരുന്നു. ഡേ ഫസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 26.5 കോടിയുടെ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് പടത്തിന്. നല്ല കളക്ഷൻ തന്നെയാണ്. കാരണം ആ 2 ക്യാരക്ടേഴ്സിൻ്റെ ഹൈപ്പ് കാരണമാണ് മെയിനായിട്ട് ആ കളക്ഷൻ കൂടാനുള്ള കാരണം. പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. അത് മെയ് 2026 പുറത്തിറങ്ങാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കാങ് ഡൈനാസ്റ്റി എന്ന് കൊടുത്തിരുന്ന സാധനമാണ് ഇപ്പോൾ ഈ പേരിൽ ഇറക്കണമെന്ന് തോന്നുന്നുണ്ട്. അതിന് ശേഷം അവഞ്ചേഴ്സ് സീക്രട്ട് വാഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ പേര് മാറ്റിയിട്ടില്ല. അതിൻ്റെ ടൈറ്റിൽ ഡിസൈനിങ് 2ൻ്റെയും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ പടം മെയ് 2027 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. രണ്ടും ഗംഭീരമാവട്ടെ. മുന്നത്തെ അപ്ഡേറ്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂസോ ബ്രദേഴ്സ് ആയിരിക്കും ഈ പടം എടുക്കാൻ പോകുന്നതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഗംഭീരമാവും. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിന് ഇന്ത്യയിൽ നിന്ന് 16.5 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ കിട്ടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 11.10 കോടിയാണ് ഫസ്റ്റ് ഡേ കിട്ടിയത്. കേരളത്തിൽ നിന്ന് 1.03 കോടിയാണ് ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുള്ളത്. അതേമാതിരി സെക്കൻഡ് ആയപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 12 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ വ്യത്യാസമുള്ളൂ, എന്നാലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കേരളത്തിന് 90 ലക്ഷമാണ് കിട്ടിയിട്ടുള്ളത്. കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ ധനുഷിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് കുബേര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ധനുഷ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ദേവദൂത് എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഒരു പടം പുറത്തിറങ്ങിയിരുന്നു കുറേ കാലം മുന്നേ. അപ്പോൾ ആ പടത്തിൻ്റെ തന്നെ 4K റീമാസ്റ്റർ വർഷം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ എന്തായാലും പോയിട്ടില്ല. എന്തായാലും ഫസ്റ്റ് ഡേയിൽ 56 തിയേറ്ററിലായിരുന്നു പടം പുറത്തിറങ്ങിയത്. അത് പിന്നെ സെക്കൻഡ് ആയപ്പോൾ 100 തിയേറ്ററിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൽ ലാസ്റ്റ് സെക്കൻഡ് പാർട്ടികളുടെ ലീഡ് കാർത്തിന് വെച്ചിട്ടായിരിക്കും കൊടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോഴും വലിയ മാറ്റമൊന്നും കാണാനില്ല. എന്തായാലും പടത്തിൻ്റെ കേരള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശ്രീഗോകുലം മൂവീസാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 10 കോടിക്കാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ പടം കേരളത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ 25 കോടിയോളം കിട്ടണം. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ടായിട്ടുണ്ട് ഊട്ടിയിൽ വെച്ചിട്ട്. എന്തായാലും അടുത്ത കേരളത്തിലായിരിക്കും ഷൂട്ട് നടക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശ്രീഗോകുലം മൂവീസ് തന്നെയാണ്. അത് 17 കോടിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇവിടെ വിജയിക്കണമെങ്കിൽ 35 കോടി വേണം. വിജയുടെ പടത്തിന് അത്യാവശ്യം കളക്ഷൻ കിട്ടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലിയോക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ കേരളത്തിൽ 12 കോടി കിട്ടിയിട്ടുണ്ട്. അത് ഇതുവരെ ആരും കടത്തി കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും പടത്തിൻ്റെ തേർഡ് സിംഗിൾ വരുന്നുണ്ട്. യുവൻ ശങ്കർ രാജും ശ്രുതിഹാസനും കൂടിയിട്ടാണ് പാട്ട് പാടിയിട്ടുള്ളത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും തേർഡ് സിംഗിൾ അടുത്ത ആഴ്ചയായിരിക്കും പുറത്തിറങ്ങുണ്ടാവുക. എന്നുവെച്ചാൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.